റീസെന്റ് ആക്ടർ കുഞ്ചാക്കോ ബോബൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. കേരളത്തില് ജയിലിലാണ് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത്, സ്കൂൾ കുട്ടികൾക്ക് അത് കിട്ടുന്നില്ല എന്നുള്ളത്. ഇത് വളരെ കറക്റ്റ് ആണ്. കാരണം ഒരു ന്യൂസിന്റെ ഭാഗമായിട്ട് ഞാൻ കോഴിക്കോടുള്ള കുറച്ച് അംഗനവാടി ടീച്ചേഴ്സിനോട് സംസാരിച്ചപ്പോൾ മനസ്സിലായി, പ്രവേശനോത്സവത്തിന്റെ അന്ന് മാത്രമാണ് കുട്ടികൾക്ക് റേഷൻ അരി കൊണ്ട് ബിരിയാണി വെച്ചു കൊടുത്തത്. ആ ഒരു 5 ഡേ മെനുവിൽ പറയുന്ന ഉപ്പേരിയും സാമ്പാറും ഇലയടയും അതും ഇതൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്നാണ് പൈസ പോകുന്നതും കുട്ടികൾ 5 രൂപ കൊടുക്കുകയും വേണം. ഞാനിങ്ങനെ ആലോചിക്കുക, ജയിലില് ക്രൈം ചെയ്ത ആൾക്കാർക്ക് നല്ല നല്ല ഫുഡുകൾ, ഇഡ്ഡലി, ഉപ്പുമാ, അങ്ങനെ ഇങ്ങനെ സാമ്പാർ, ചപ്പാത്തി, ചോറ്. പക്ഷെ ഇവിടെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഒരു തരത്തിലുള്ള റവന്യൂ ഇല്ല. ഈ പ്രിസണിലുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന് ബജറ്റ് അവതരിക്കുമ്പോൾ തന്നെ റവന്യൂ ഉണ്ട്. പക്ഷെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ മാത്രം അവരിൽ നിന്നും പൈസ വാങ്ങുന്നു, ടീച്ചേഴ്സിന്റെ അടുത്തൊന്നും പൈസ പിടിക്കുന്നു, ടീച്ചേഴ്സ് തന്നെ സാധനങ്ങൾ വാങ്ങുന്നു. 3-4 മാസം കഴിയുമ്പോഴാണ് അവർക്ക് അത് പൈസ തിരിച്ചു കൊടുക്കുന്നത്. അപ്പം എന്താണ് അങ്ങനെ സംഭവിക്കുന്നത്?